Thank you so much. Thank you so much for all of those who prayed. എനിക്ക് അത്യാവശ്യം മലയാളം സംസാരിക്കാൻ അറിയാം, പക്ഷെ ഒരു പ്രസംഗം മലയാളത്തിൽ പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. താങ്ക് യു സോ മച്ച് ബ്രദർ കെ എം മാത്യു ഫോർ choosing to help. Now, for our time today, for our brief time that we want to use to look at the Word of God, I'd like to turn your attention to John chapter 15. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. Now, it's a very familiar passage. We're very familiar with it. We have read it and studied it multiple times. And the primary theme of this section of the chapter is abiding in Christ. നമുക്ക് നമ്മുടെ വചന പഠനത്തോടുള്ള ബന്ധത്തിൽ വളരെ പരിചിതമായ ഒരു വേദഭാഗമാണിത്. ഈ വേദഭാഗത്തെ പ്രധാനപ്പെട്ട ചിന്താവിഷയം എന്നുള്ളത് നമ്മുടെ കർത്താവിൽ വസിക്കുക എന്നുള്ളത് ആണ്. Now, for my personal convenience, I've kind of broken down this message into 3 sections. The first section is what it means to abide in Christ. The second is, why should I abide in Christ? What is the benefit of abiding in Christ? And thirdly, what are the practical steps we can take to abide in Christ? എൻ്റെ ചിന്തയുടെ സൗകര്യത്തിനായിട്ട് ഞാൻ ഈ ഭാഗത്തെ 3 ആയിട്ടാണ് തിരിച്ച് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അതിലൊന്നാമത്തേത് എങ്ങനെയാണ് കർത്താവിൽ വസിക്കുക എന്ന് പറയുന്നത്, രണ്ടാമതായിട്ട് കർത്താവിൽ വസിക്കുന്നത് കൊണ്ടുള്ള നേട്ടങ്ങൾ, പ്രയോജനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്, മൂന്നാമതായിട്ട് practical steps of how to abide in Christ. കർത്താവിൽ വസിക്കുക എന്നുള്ളതിനോടുള്ള ബന്ധത്തിലെ പ്രായോഗിക വശങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. Okay, thank you. Now, Brother K. Matthew, can you read John chapter 15 verse 1 to 11? യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനും ആകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പ് ഒക്കെയും അവൻ നീക്കിക്കളയുന്നു. കായ്ക്കുന്നത് ഒക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങൾ ഇപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളും ആകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്ത് കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു. ആ വക ചേർത്ത് തീയിൽ ഇടുന്നു, അത് വെന്തുപോകും. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു. അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ ആകും. പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. എൻ്റെ സ്നേഹത്തിൽ വസിപ്പിൻ. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. എൻ്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാൻ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. Now, before we delve into the details of the text, just want to share what the background is of this passage. ഈ ഭാഗത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ വേദഭാഗത്തിൻ്റെ പശ്ചാത്തലത്തെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ ഓർപ്പിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. Now, the Lord Jesus Christ had his last Passover supper with his disciples. കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുമായി ഒത്തുള്ള ഒടുവിലത്തെ പെസഹ ആചരിക്കുന്ന അതിന് ശേഷമുള്ള ഭാഗമാണ് നമ്മളിവിടെ വായിക്കുന്നത്. Satan has already entered into Judas, and Judas has left the presence of Jesus Christ to betray him. യൂദായും ഇസ്കാരിയോത്ത് യൂദായും ആ കൂട്ടത്തിൽ അവരോടൊപ്പം ഉണ്ടായിരുന്നു. എന്നാൽ കർത്താവായ യേശുവിനെ ഒറ്റിക്കൊടുക്കേണ്ടതിന് വേണ്ടി അവൻ വളരെ പെട്ടെന്ന് അവരുടെ കൂട്ടത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതായിട്ട് നാം വായിക്കുന്നു. Now Jesus is alone with his 11 faithful disciples. ഇപ്പോൾ കർത്താവ് തൻ്റെ വിശ്വസ്തരായ 11 ശിഷ്യന്മാരുമായിട്ട് മാത്രം ഇരിക്കുന്ന ഒരു രംഗമാണ്. And when the Lord is teaching this passage, most probably the Lord is walking from the house in which he celebrated the Passover through Jerusalem to the Mount of Olives to Gethsemane. ഇവിടെ ഈ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവർ ഒരുമിച്ച് പെസഹ ആചരിച്ചു കൊണ്ടിരുന്ന വീട്ടിൽ നിന്ന് ഈ 11 ശിഷ്യന്മാരുമായിട്ട് യെരുശലേമിലേക്ക് ഗെത്സമന വഴി ഒലിവുമല വഴി യെരുശലേമിലേക്ക് യാത്ര ചെയ്യുന്ന വഴിയാണ് ഇതെന്ന് നമുക്ക് മനസ്സിലാക്കാം. Now, this is the last of the I am statements. There are 7 I am statements in the book of John, and this is the last one. I am the true wine.
നമ്മുടെ കർത്താവിൻ്റെ 7 അവകാശവാദങ്ങളിൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ കാണുന്ന ഏറ്റവും ഒടുവിലത്തെ അവകാശവാദമാണ് 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാകുന്നു എന്നുള്ള ആ വാക്ക്. Now, the imagery here that the Lord uses is a very familiar one to the disciples. നമുക്കറിയാം, ഇത് തൻ്റെ ശിഷ്യന്മാർക്ക് വളരെ പരിചിതമായ ഒരു കാര്യമായിട്ടാണ് കർത്താവ് ഇതിവിടെ ഉപയോഗിക്കുന്നത്. Now, God portrays Israel as the wine. Now, Psalms 80, Isaiah 5, Isaiah 27, Hosea, Ezekiel 15, many of these places, God calls Israel as the wine or the vineyard. ദൈവം ഇസ്രായേലിനെ മുന്തിരിവള്ളിയായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്ന വേദഭാഗങ്ങൾ നമ്മൾ സങ്കീർത്തനങ്ങളിൽ, അതുപോലെ തന്നെ യെശയ്യാവ് 5-ല്, യെശയ്യാവിൻ്റെ മറ്റ് ചില അധ്യായങ്ങളിലൊക്കെ തുടർമാനമായിട്ട് വായിക്കാനായിട്ട് കഴിയുന്നുണ്ട്. Now, Israel was to be the channel of God's blessing to the world. ഇസ്രായേലിനെ ദൈവം തിരഞ്ഞെടുത്തത് തൻ്റെ അനുഗ്രഹങ്ങളുടെ ഒരു ചാനലായിട്ട്, ലോക ജനത്തിന് അനുഗ്രഹങ്ങളുടെ ഒരു ചാനലായി തീരുവാൻ വേണ്ടി ആണ് ദൈവം ഇസ്രായേലിനെ തിരഞ്ഞെടുത്തത്. They were supposed to be the mediators of God's word to the rest, God's words to the rest of the world. ലോകത്തിലെ മറ്റു ജനങ്ങൾക്ക് ദൈവവചനം എത്തിച്ചു കൊടുക്കുവാനുള്ള ഒരു മുഖാന്തരമായി, മാധ്യമമായിട്ടാണ് ദൈവം ഇസ്രായേലിനെ തിരഞ്ഞെടുത്തത്. But Israel was unfaithful. When God desired good, wholesome grapes from Israel, it produced wild grapes. എന്നാൽ ഇസ്രായേൽ അവരുടെ തിരഞ്ഞെടുപ്പിനോടുള്ള ബന്ധത്തിൽ വിശ്വസ്തത പാലിക്കുവാൻ കഴിഞ്ഞില്ല. അവരെ നല്ല മുന്തിരിയായി ദൈവം തിരഞ്ഞെടുത്തെങ്കിലും കാട്ടുമുന്തിരിയുടെ ഫലമാണ് അവർ പലപ്പോഴും കാണിച്ചത്. Now, like our Lord calls himself the true bread, the true food, the true light, here he calls himself the true wine. ഇവിടെ ഇപ്പോൾ കർത്താവ് യഥാർത്ഥ അല്ലെങ്കിൽ സാക്ഷാൽ മുന്തിരിവള്ളി എന്താണ്, അതിൻ്റെ സ്വഭാവം എന്താണ് എന്ന് ഇവിടെ കർത്താവ് പറയുവാനായിട്ട് ശ്രമിക്കുകയാണ്. Now, God has removed Israel and now he has replaced his own son, meaning that now his son is the only mediator between God and man. His son is the only mediator of blessings from God to man. ഇസ്രായേലിനെ ദൈവം ആ സ്ഥാനത്ത് നിന്ന് നീക്കിക്കളഞ്ഞിട്ട് തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനെ സാക്ഷാൽ മുന്തിരിവള്ളിയായിട്ട് ലോകത്തിലേക്ക് കൊണ്ടുവരികയും തൻ്റെ പുത്രനിൽ കൂടെ മാത്രം ഇന്ന് ലോകത്തിന് എല്ലാ ദൈവിക അനുഗ്രഹങ്ങളും ലഭ്യമാകത്തക്ക നിലയിലുള്ള ഏക മാധ്യമമായി യേശുക്രിസ്തുവിനെ അവതരിപ്പിക്കുകയാണ്. Now in calling himself the wine and the Father the wine dresser, primarily this analogy is used to show, to portray how involved the Father and the Son is with the church and in the lives of individual believers. ഇവിടെ യേശുക്രിസ്തുവിനെ മുന്തിരിവള്ളിയായും പിതാവിനെ തോട്ടക്കാരനായി ചിത്രീകരിച്ചുകൊണ്ട് കർത്താവ് ഈ കാര്യങ്ങൾ പറയുമ്പോൾ വീണ്ടെടുക്കപ്പെട്ട ഒരു വ്യക്തിപരമായ ഒരു വിശ്വാസിയോടുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ സഭയോടുള്ള ബന്ധത്തിൽ എങ്ങനെയാണ് ദൈവവും തൻ്റെ പുത്രനും ഇടപെടുന്നത്, പെരുമാറുന്നത്, പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ചിത്രീകരിക്കുകയാണ്. Now, when you come to verse 2, our brother read it. When you come to verse 2, we find that we find the extent of the involvement of the Father in the life of the church. സഭയുടെ ജീവിതത്തിൽ, സഭയിൽ എങ്ങനെയാണ് പിതാവായ ദൈവം ഇടപെടുന്നത് എന്നുള്ളത് അതിൻ്റെ 2 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. Now, apart from the wine dresser's responsibility to plant the wine, to fertilize the wine, and to water the wine, ഒരു തോട്ടക്കാരൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഒരു മുന്തിരിവള്ളി നടുകയും അതിനെ നനയ്ക്കുകയും അതിൽ നിന്ന് ഫലം ഉളവാക്കുവാനുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ്. Apart from those, the most important responsibility of the wine dresser is to prune it. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അത് കൂടാതെയുള്ള തോട്ടക്കാരൻ്റെ അല്ലെങ്കിൽ കൃഷിക്കാരൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അതിനെ ചെത്തി വെടിപ്പാക്കുക എന്നുള്ളതാണ്. To remove branches that do not produce fruit and to prune branches that produce fruit. ഫലം കായ്ക്കാത്ത കൊമ്പുകളെ നീക്കിക്കളഞ്ഞിട്ട്, ചെത്തിക്കളഞ്ഞിട്ട് ഫലം കായ്ക്കുവാനായിട്ട് മറ്റു കൊമ്പുകളെ ഒരുക്കുക എന്നുള്ളതാണ് ഒരു തോട്ടക്കാരൻ്റെ പ്രധാനപ്പെട്ട ജോലി. Now, if you study fruitlessness, not producing fruit in the Old Testament as well as the New Testament, it means one thing: false disciples, not true believers in Jesus Christ. Pardon, one more time. Surely, if you study fruitlessness, that means phalam illaima. If you study that in the Bible, it's always a characteristic of non-believers or false disciples. ഫലമില്ലായ്മ എന്ന കാര്യത്തെ സംബന്ധിച്ച് വേദപുസ്തകത്തിൽ നാം കാണുന്നത് അതെപ്പോഴും അവിശ്വാസികളോട് ബന്ധപ്പെട്ടും അതുപോലെ കപട വിശ്വാസികളോട് ബന്ധപ്പെട്ടുമാണ് എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. They call themselves the followers of Jesus Christ, but they are not.
അവരെ തന്നെത്താൻ യേശുക്രിസ്തുവിന്റെ അനുയായികളെന്നും വിശ്വാസികളെന്നും വിശേഷിപ്പിക്കുമെങ്കിലും അവർ വാസ്തവത്തിൽ അതല്ല. For example, Judas, he walked with Jesus Christ for 3.5 years, but for 30 pieces of silver, he betrays Jesus Christ. ഉദാഹരണത്തിന് നമുക്ക് യൂദായെ എടുക്കാം. 3.5 വർഷത്തോളം കർത്താവിനോട് കൂടെ തന്നെ നടക്കുകയും എന്നാൽ 30 വെള്ളിക്കാശിന്റെ ലാഭത്തിനു വേണ്ടി കർത്താവിനെ ഒറ്റിക്കൊടുക്കുകയും ചെയ്തത് നാം മനസ്സിലാക്കുന്നുണ്ട്. And also when you turn to John chapter 6 verse 66, we find that in John chapter 6, the Lord Jesus Christ teaches his disciples and the crowds that if you do not eat my flesh and drink my blood, of course not literally, you cannot be my disciples. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്ന ഭാഗം നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്: നിങ്ങൾ വാസ്തവത്തിൽ എൻ്റെ ശരീരം തിന്നുകയും എൻ്റെ മാംസം കുടിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ എൻ്റെ ശിഷ്യരായിരിക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ല എന്ന് കർത്താവ് പറയുന്നുണ്ട്. And when the crowd heard this saying of the Lord Jesus Christ, many disciples left him and walked with him no more. ഈ കാര്യം കർത്താവ് പറഞ്ഞ ഈ കാര്യം പുരുഷാരം കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തതിന് ശേഷം നാം വായിക്കുന്നത് ശിഷ്യന്മാരിൽ തന്നെ ഒരു കൂട്ടം പിൻവാങ്ങി പോവുകയും അവർ പിന്നീട് കർത്താവിനെ അനുഗമിച്ചില്ല എന്നുമാണ്. John calls them disciples, but they were false disciples. They were not genuine disciples. യോഹന്നാൻ അവരെ ശിഷ്യന്മാരെന്ന് വിളിക്കുന്നുണ്ടെങ്കിലും അവര് വാസ്തവത്തിൽ യഥാർത്ഥ ശിഷ്യരായിരുന്നില്ല എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. The gardener knows the vine and the branches very, very well. ഈ തോട്ടക്കാരൻ വാസ്തവത്തിൽ യഥാർത്ഥത്തിൽ മുന്തിരിവള്ളിയെയും അതിന്റെ കൊമ്പുകളെയും നന്നായിട്ട് അറിയുന്നവനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. Pruning begins very early in the life of a vine. Even within few weeks of it being planted, the gardener starts pruning the vine, the branches of the vine. ചെത്തി വെടിപ്പാക്കുക എന്ന് പറയുന്ന ആ പ്രക്രിയ ഒരു മുന്തിരിവള്ളിയെ സംബന്ധിച്ചിടത്തോളം വളരെ നേരത്തെ തന്നെ ആരംഭിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. ഒരുപക്ഷെ 2-3 ആഴ്ചകളുടെ വളർച്ച എത്തുമ്പോൾ തന്നെ ആരംഭിക്കുന്ന ഒരു നടപടിയാണ്. Now, there are 3 primary reasons the gardener or the vine dresser prunes these branches. പ്രധാനമായിട്ടും 3 കാരണങ്ങളാണ് ഇങ്ങനെ ഈ ചെത്തിവെടിപ്പാക്കൽ എന്ന പ്രക്രിയ ഒരു മുന്തിരിവള്ളിയോടുള്ള ബന്ധത്തിൽ ചെയ്യുന്നതിന് വേണ്ടി ഒരു കൃഷിക്കാരൻ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. The first reason is so that the branch doesn't grow too fast, because he cuts it so that the existing flowers and grapes may grow healthy, they may fully develop. അതിൽ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് മുന്തിരിവള്ളിയുടെ കൊമ്പുകൾ വളരെ വേഗത്തിൽ വളരുവാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അത് ഫലം കായ്ക്കണമെങ്കിൽ അതിന് സാവകാശം ക്രമാനുഗതമായ ഒരു വളർച്ചയാണ് അതിനാവശ്യമായിരിക്കുന്നത്. Thank you, brother. And also to reduce the length of the branch so that the wind doesn't break these branches. അതുപോലെ തന്നെ അത് നീളത്തിൽ വളർന്നു പോകുമ്പോൾ കാറ്റ് ശക്തമായി അടിക്കുന്നത് മൂലം അതിന്റെ കൊമ്പുകൾ അടർന്ന് ഇതിൽ നിന്ന് വേർപെട്ടു പോകാതിരിക്കാനും ഈ ചെത്തിവെടിപ്പാക്കൽ എന്ന് പറയുന്ന പ്രൂണിംഗ് എന്ന് പറയുന്ന പ്രക്രിയ ആവശ്യമാണ്. And also to remove these shoots that develop on the root of the vine, because they will not produce any grapes, but they will consume the water and the nourishment from the vine. അതുപോലെ തന്നെ ഒരു മുന്തിരിവള്ളിയുടെ പ്രധാന ഭാഗമാണ് അതിൻ്റെ വേരുകൾ. അത് മുന്തിരി ഫലം ഉൽപ്പാദിപ്പിക്കുന്നില്ലെങ്കിലും അതാണ് വാസ്തവത്തിൽ കൊമ്പുകളിലേക്ക് വെള്ളവും വളവും അതിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ധാതുക്കളും എത്തിക്കുന്നത്. Not that, brother. See, there are shoots that develop on the root of the vine, which will not produce any grapes. So the gardener, he prunes them, he removes them. അതുപോലെ തന്നെ ഈ മുന്തിരിവള്ളിയുടെ വേരുകളോട് ചേർന്ന ഭാഗത്ത് പലപ്പോഴും കൊമ്പുകൾ അത് മുളച്ചു വരികയും വളരുകയും ചെയ്യാറുണ്ട്. അത് മുന്തിരിയുടെ ഫലം പുറപ്പെടുവിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ തോട്ടക്കാരൻ അതിനെ കട്ട് ചെയ്ത് മാറ്റേണ്ടത് ആവശ്യം കൂടെയാണ്. Thank you, brother. Pruning is always a painful process for the branches. ചെത്തുക എന്ന് പറയുന്നത്, ചെത്തിവെടിപ്പാക്കുക എന്ന ബൈബിളിൽ പറയുന്ന ഈ ഒരു കാര്യം അത് വളരെ വേദനാജനകമായ ഒരു അനുഭവമാണ്. But it is essential for a good crop, so that the gardener may get good grapes, good fruit. എന്നാൽ ഒരു നല്ല വിളവിന് ഈ ചെത്തിവെടിപ്പാക്കൽ അത് വേദനാജനകമാണെങ്കിലും അത്യാവശ്യമായ ഒരു കാര്യം തന്നെയാണ്. Now, the way we experience pruning is through trial, persecution, suffering, disease, pain. നമ്മുടെ ജീവിതത്തിൽ ഈ ചെത്തിവെടിപ്പാക്കൽ വിവിധ നിലകളിൽ നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ്. രോഗങ്ങൾ, പ്രതികൂലങ്ങൾ, അതുപോലെ പ്രയാസങ്ങൾ, മറ്റ് നമുക്ക് വേദന ഉളവാക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഒരുപക്ഷെ ഇതിൻ്റെ ഭാഗം തന്നെയാണ്. But that is all so that we may produce more fruit. ഇതെല്ലാം
നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്നത് നാം കൂടുതൽ ഫലം കായ്ക്കുന്നവരായിട്ട് തീരണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. But very soon we will see what this fruit is. But I just want to share one example of fruitfulness after pruning. ഈ ചെത്തിവെടിപ്പാക്കലിന് ശേഷമുള്ള ഈ ഫലഭൂയിഷ്ഠതയെ സംബന്ധിച്ച് ഞാൻ ചില ഉദാഹരണങ്ങൾ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. Now, when you look at the life of Job, you compare chapter 1 of Job and you compare chapter 42, the last chapter of Job. നാം യോബിന്റെ പുസ്തകം 1-ാം അധ്യായവും 2-ാം അധ്യായവും അതിന്റെ അവസാന അധ്യായവും തമ്മിൽ നമ്മളൊന്ന് താരതമ്യം ചെയ്ത് പഠിക്കുമ്പോൾ ആ വ്യത്യാസം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയും. So whatever Job had lost after the testing of Job, and he passed the testing of God on him, God multiplied whatever he had. യോബിന്റെ ജീവിതത്തിൽ യോബ് പരീക്ഷയെ നേരിട്ട് ദൈവത്തിന്റെ പരിശോധനയിൽ കൂടെ കടന്നുപോയി അതിൽ വിജയാളിയായി തീർന്നതിന് ശേഷം ദൈവം തനിക്കുണ്ടായിരുന്നതെല്ലാം ഇരട്ടിയായിട്ട് അവന് കൊടുക്കുകയും അവനെ അനുഗ്രഹിക്കുകയും ചെയ്തു എന്നാണ് തന്റെ ജീവിത അന്ത്യത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. So God not only restored his 7 sons and 3 daughters, but all the animals, whether it be camels, donkeys, oxen, sheep, all of them were exactly double. ദൈവം തൻ്റെ 7 പുത്രന്മാരെയും 3 പുത്രിമാരെയും മടക്കി കൊടുത്തു എന്ന് മാത്രമല്ല, തനിക്കുണ്ടായിരുന്ന മൃഗസമ്പത്ത്, ഒട്ടകങ്ങള്, ആടുകള്, അതുപോലെ കഴുതകള്, അങ്ങനെ ഉണ്ടായിരുന്ന മൃഗസമ്പത്തും കൂടെ ഇരട്ടിയായിട്ട് യോബിന് കൊടുത്തതായിട്ട് നാം വായിക്കുന്നുണ്ട്. And also we can think about Moses, 40 years in the wilderness following sheep. That man, that 40 years of pruning produced 40 years of fruitfulness. He is the man that God used to bring Israel out of Egypt. മോശയുടെ ജീവിതം എടുത്താലും മറ്റൊരു ഉദാഹരണം തന്നിൽ കാണുവാൻ കഴിയും. മോശയുടെ 40 വർഷം ആടുകളുടെ പിന്നാലെ താൻ ചിലവഴിച്ച് നഷ്ടപ്പെടുത്തി എങ്കിലും പിന്നീടുള്ള 40 വർഷം ദൈവം അവനെ വളരെ ശക്തമായിട്ട് ഇസ്രായേലിനെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ചുകൊണ്ട് അവരെ നടത്തിക്കൊണ്ടു പോകത്തക്ക നിലയിലുള്ള കഴിവുള്ള ഒരു നേതാവായി ഉപയോഗിക്കുകയായിരുന്നു. Now when we come to verse 3, we find that God cleanses us using his word. 15 chapter verse 3. ഇവിടെ 15-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്ന കാര്യം 3-ാം വാക്യത്തിൽ, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾ ശുദ്ധിയുള്ളവരാകുന്നു എന്ന് നാം വായിക്കുന്നുണ്ട്. Now pruning or suffering and trial and disease itself does not clean us. We need the word of God. ചെത്തിവെടിപ്പാക്കൽ എന്ന് പറയുന്ന ഈ പ്രക്രിയ കൊണ്ട് തന്നെ നാം ശുദ്ധിയുള്ളവരായിട്ട് തീരുന്നില്ല. അതിന് ദൈവത്തിന്റെ വചനം നമുക്ക് ആവശ്യമുണ്ടെന്നാണ് കർത്താവ് ഇവിടെ ഓർപ്പിക്കുന്നത്. Now I heard one preacher say that if a body part is diseased or an organ is diseased, ഞാൻ ഇങ്ങനെ പറയട്ടെ, നമ്മുടെ ശരീരത്തിന്റെ ഒരു ഭാഗത്ത് രോഗം ബാധിച്ചാൽ, and if a surgery is required, ഒരു സർജറി ഓപ്പറേഷൻ അതിന് ആവശ്യമാണ് എന്ന് വന്നാൽ, the surgeon will use a surgical knife to dissect that body part. ആ രോഗം ബാധിച്ച ഭാഗം തുറക്കുന്നതിന് വേണ്ടി സർജൻ ഒരു കത്തി, വളരെ ഷാർപ്പായിട്ടുള്ള ഒരു കത്തി ഉപയോഗിക്കുന്നുണ്ട്. And he will either use medicine or perform a procedure on that diseased organ. ആ സർജറി വിജയകരമായി ചെയ്യാൻ വേണ്ടിയുള്ള ആ നടപടികൾ ആ ഭാഗത്ത് ആ സർജൻ ചെയ്യുന്നുണ്ട്. And it is like that. The trials or persecutions or pruning is basically only the opening up. It is opening up, exposing the spiritual problem. അതുപോലെ തന്നെ സർജറി അഥവാ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ആ ഭാഗത്തെ പ്രശ്നം എന്താണെന്ന് കാണുന്നതിനോ നീക്കം ചെയ്യുന്നതിന് വേണ്ടി ഒരു തുറക്കൽ മാത്രമാണ്. But the actual healing, the actual restoration comes from the word of God. എന്നാൽ യഥാർത്ഥമായിട്ടുള്ള ഒരു പുനഃസ്ഥാപനം അല്ലെങ്കിൽ അതിൻ്റെ ശരിയായിട്ടുള്ള പരിഹാരം എന്ന് പറയുന്നത്, ശുദ്ധീകരണം വരുത്തുന്നത് ദൈവത്തിന്റെ വചനം മാത്രമാണ്. Now we read in Psalms 19, the law of God, the law of God is perfect, restoring the soul, healing the soul. 19-ാം സങ്കീർത്തനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, ദൈവത്തിന്റെ ന്യായപ്രമാണം തികവുള്ളതാണ്, അത് പ്രാണനെ തണുപ്പിക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. Now when we come to Psalms 119 verse 6 to 7, we read that before I was afflicted I went astray, but now after being afflicted I keep your word. 119-ാം സങ്കീർത്തനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ഞാൻ കഷ്ടതയിലാകുന്നതിന് മുമ്പ് ഏകദേശം തെറ്റിപ്പോയി, എന്നാൽ ഇപ്പോൾ ഞാൻ നിന്റെ വചനം പ്രമാണിക്കുന്നു എന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. So we see
pruning, we see affliction and the word of God come together. ഇവിടെ നാം കാണുന്നത് വാസ്തവത്തിൽ ഈ പ്രൂണിംഗ് എന്ന് പറയുന്ന ചെത്തി വെടിപ്പാക്കൽ എന്ന പ്രക്രിയയും ദൈവത്തിന്റെ വചനവും ഒരുപോലെ ഒരു വിശ്വാസിയിൽ പ്രവർത്തിക്കുന്നു എന്നാണ്. And pruning is also a beautiful expression of God's love. It is painful, but it is an expression of God's love. ഈ ചെത്തി വെടിപ്പാക്കുക എന്ന് പറയുന്ന പ്രക്രിയ അത് വേദനാജനകമാണെങ്കിലും അതെപ്പോഴും ദൈവത്തിന്റെ തികഞ്ഞ സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്ന ഒന്നും കൂടെയാണ്. In Revelation chapter 3 verse 19 we read that whomever I love I will chasten and I will rebuke. I will scold and punish them, whomever I love. അവിടെ വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് ഞാൻ എനിക്ക് പ്രിയമുള്ളവരെയൊക്കെ ഞാൻ ശാസിക്കുകയും ഞാൻ അവരെ ശിക്ഷിക്കുകയും ചെയ്യുന്നു എന്ന് കർത്താവ് പറയുന്നതായിട്ടാണ്. Right. Now when we come to the verse 4 and 5 in this chapter, we find the Lord Jesus Christ commanding his disciples to abide in him. ഈ അധ്യായത്തിന്റെ 3-4 വാക്യങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ കർത്താവ് വളരെ വ്യക്തമായിട്ട് തന്റെ ശിഷ്യന്മാരോട് തന്നിൽ വസിക്കുവാനായിട്ട് കൽപ്പിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. Now if you look and study what abiding is in the New Testament, we'll find that it is primarily 4 things. വസിക്കുക എന്നുള്ള ആശയം പുതിയ നിയമത്തിൽ നാം കാണുമ്പോൾ അത് പ്രധാനമായിട്ടും 4 ആശയത്തോട് ബന്ധപ്പെട്ടാണ്. Now in John chapter 6 again, we see that whoever eats my flesh and drinks my blood, not literally, abides in me and I in him. Exactly the same phrase that we read in verse 4 in this chapter. ഇവിടെ ഈ 15-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ വായിക്കുന്ന അതേ ആശയത്തിലാണ് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നത്, എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തവും കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിൽ വസിക്കുന്നു എന്ന് പറയുന്നത്. അതോടെ വസിക്കുക എന്നുള്ള ആശയം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന അതേ വാക്കുകൾ തന്നെയാണ്. Now meaning that abiding in Christ begins with fully depending on Jesus Christ for the forgiveness of sin. It is the accepting of the sacrifice Jesus Christ made on Calvary for my sins. അതിന്റെ ആശയം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ പാപപരിഹാര യാഗത്തിൽ മാത്രം അടിസ്ഥാനപ്പെട്ടതാണ് വാസ്തവത്തിൽ ഈ കാര്യം വസിക്കുക എന്നുള്ളത്. അത് വിശ്വസിക്കാത്ത, അത് അംഗീകരിക്കാത്ത ഒരാൾക്ക് തന്നിൽ വസിക്കാൻ കഴിയുകയില്ല എന്നുള്ള ആശയമാണ് കർത്താവോട് വ്യക്തമാക്കുന്നത്. It is appropriating or personally accepting that Jesus Christ's body was broken and his blood was shed for me. അത് വ്യക്തിപരമായ ഒരു വ്യക്തി യേശുക്രിസ്തുവിന്റെ ശരീരം എനിക്ക് വേണ്ടി തകർക്കപ്പെടുകയും അവന്റെ രക്തം എനിക്ക് വേണ്ടി ചൊരിയപ്പെടുകയും ചെയ്തു എന്നുള്ളത് വിശ്വസിക്കുന്നതിലാണ് ആരംഭിക്കുന്നത്. Now in that same chapter, John chapter 6, when we saw the disciples, many of his disciples left him and would not walk with him. Yeah, sorry brother. Okay, go ahead. Okay, so when many of those disciples left him, he turned to his 12 disciples and asked, will you also go? യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ശിഷ്യന്മാരിൽ നല്ലൊരു കൂട്ടം അവനെ വിട്ട് പോയപ്പോൾ അവൻ ശിഷ്യന്മാരോട്, തന്നെ സ്നേഹിക്കുന്ന ശിഷ്യന്മാരോട് ചോദിക്കുന്നു, നിങ്ങൾക്കും വിട്ടു പോകുവാൻ മനസ്സുണ്ടോ? And Paul on behalf of the 12 says that where do we go? You have the words of eternal life. You are the Son of God. എന്നാൽ ഈ 11 ശിഷ്യന്മാരെയും പ്രതിനിധീകരിച്ചുകൊണ്ട് പത്രോസ് കർത്താവിനോട് പറയുന്നത്, കർത്താവേ, നിന്നെ വിട്ട് ഞങ്ങൾ എവിടെ പോകും? നിത്യജീവന്റെ മൊഴികൾ നിന്നിലല്ലയോ എന്ന് പറയുന്നുണ്ട്. So abiding means to remain permanently, to remain steadfastly with Jesus Christ, not leaving him. വസിക്കുക എന്ന് പറയുന്നത് അവനിൽ തുടർച്ചയായിട്ട് നിരന്തരമായി നിലനിൽക്കുക എന്നുള്ള ആശയത്തിലാണ്, അവനെ വിട്ടുപോകുക എന്നുള്ള ആശയത്തിലല്ല. Now in 1 John chapter 2 verse 24 verse 28 and 2 John verse 9, we find that abiding in Christ also has the sense of believing and trusting and accepting everything that the Bible has to say about Jesus Christ. വാസ്തവത്തിൽ 1 യോഹന്നാൻ 2-ാം അധ്യായത്തിലും അതുപോലെ 5-ാം അധ്യായത്തിലും ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ വസിക്കുക എന്ന് പറയുന്നതിന്റെ ആശയം എന്താണെന്ന് യോഹന്നാനോട് കുറച്ചുകൂടെ വ്യക്തമാക്കുന്നുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് തിരുവെഴുത്ത് പറയുന്ന കാര്യങ്ങളെല്ലാം വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നതാണ് അവനിൽ വസിക്കുക എന്ന് പറയുന്നത് എന്ന് നാം അവിടെ വായിക്കുന്നു. Jesus Christ is fully God, he is fully man. യേശുക്രിസ്തു സമ്പൂർണ്ണ ദൈവവും സമ്പൂർണ്ണ മനുഷ്യനുമാണ്. He is the good shepherd, at the same time he is a holy and perfect judge. അവൻ നല്ല ഇടയനായിരിക്കുമ്പോൾ തന്നെ അവൻ നീതിയും വിശുദ്ധിയുമുള്ള ന്യായാധിപൻ കൂടെയാണ് എന്ന് തിരുവെഴുത്ത് വെളിപ്പെടുത്തുന്നു. He was born of a virgin and he rose from the dead. അവൻ കന്യകയിൽ നിന്ന് ജനിച്ചു എങ്കിലും മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റവനാണ്.
So we don't get to choose the doctrines of Jesus Christ. All that the Bible, all the teachings of Christ, we accept and we abide in them. കർത്താവായ യേശുക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള എല്ലാ തിരുവെഴുത്തും നാം വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുമ്പോഴാണ് നാം അവനിൽ വസിക്കുന്നത്. And finally, as we're looking at the meaning of abiding in Christ means abiding in his word in obedience. അവനിൽ വസിക്കുക എന്നുള്ളതിൻ്റെ മറ്റൊരു ആശയം എന്ന് പറയുന്നത് അവൻ്റെ വചനം പൂർണ്ണമായിട്ട് അനുസരിക്കുക എന്നുള്ളതാണ്. I mean, again, I'm sorry, we are quoting a lot of verses here, but it is just to save time. So in 1 John chapter 2, verse 6, we read that he who abides in Christ must walk like Christ did, must walk like him. അവിടുന്ന് യോഹന്നാന്റെ 1-ാം ലേഖനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു എന്ന് നാം വായിക്കുന്നുണ്ട്. Thank you, brother. And we will fail, we will make mistakes, we will trip over, there will be times when we go back, but still the life pattern, our pattern of life is of obedience, more obedience day by day towards Christ. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നാം തെറ്റിപ്പോവുകയും നാം അനുസരണക്കേട് കാണിക്കുകയും ഒക്കെ ചെയ്യും. എങ്കിലും നമ്മുടെ ജീവിതത്തിൻ്റെ ആ ഗതി എന്ന് പറയുന്നത് കർത്താവ് നടന്നതുപോലെ നടക്കാനുള്ള താല്പര്യവും അവൻ്റെ വഴികൾ വചനം പൂർണ്ണമായി അനുസരിച്ചുകൊണ്ട് അവനെ പിൻപറ്റുന്നതും ആയിരിക്കണം. And when we abide in him, he abides in us. നാം അവനിൽ വസിക്കുമ്പോൾ അവൻ നമ്മിലും വസിക്കുന്നു. Meaning that through the Holy Spirit who indwells us, he lives in us. പരിശുദ്ധാത്മാവിന്റെ അധിവാസത്താൽ ദൈവം അല്ലെങ്കിൽ അവൻ കർത്താവായ യേശുക്രിസ്തു നമ്മിൽ വസിക്കുകയാണ്. Now, positionally, of course, every true believer, every true disciple of Jesus Christ abides in him. There, nothing can separate him, nothing can cut them off, nothing can pluck the believer from Jesus Christ's hands. സ്ഥാനീയമായ നിലയിൽ കർത്താവിൽ വിശ്വസിക്കുന്ന ഓരോ വിശ്വാസിയും കർത്താവായ യേശുവിൽ വസിക്കുകയാണ്. അവനിൽ നിന്ന് അവനെ അടർത്തി മാറ്റുവാനോ പിടിച്ചു പറിക്കുവാനോ ആർക്കും കഴിയുകയില്ല എന്നുള്ളത് ഒരു സത്യം തന്നെയാണെങ്കിലും, but what our Lord encourages here is at a practical level, at an experiential level, that we abide with him. ഇവിടെ കർത്താവ് ഓർപ്പിക്കുന്നത് നാം പ്രായോഗികമായ തലത്തിലും ആ നിലയിലും നാം അവനിൽ വസിക്കുന്നവർ തന്നെ ആയിരിക്കണം എന്നാണ്. Now we will go to the positive, but I just want to look at the negative emphasis of these two verses. The Lord says that without me you cannot do anything. ഇവിടെ കർത്താവ് പറയുന്ന അതിൻ്റെ രണ്ടാമത്തെ ആ വശത്തിലേക്ക് നമുക്ക് പോകാം. അവിടെ കർത്താവ് ഒരു നെഗറ്റീവായിട്ടുള്ള ആശയത്തിൽ പറയാൻ, നിങ്ങൾക്ക് എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല എന്ന് കർത്താവ് അവിടെ ഓർപ്പിക്കുകയാണ്. Until a branch remains unseparated, fully connected to the vine, it cannot bear fruit. അവിടെ കർത്താവ് പറയുന്നത് ഒരു കൊമ്പിന് മുന്തിരിവള്ളിയോട് ചേർന്ന് ഇരിക്കാതെ ഫലം കായ്ക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ്. So a separated branch for a little time may look like it is alive, but it has no life. It will bear no fruit. വേർതിരിഞ്ഞിരിക്കുന്ന കൊമ്പിൽ മുന്തിരിവള്ളിയിൽ നിന്ന് മാറിയിരിക്കുന്ന വേർതിരിഞ്ഞിരിക്കുന്ന ഒരു കൊമ്പ് കണ്ടാൽ ഉടനെ ഒരുപക്ഷെ അത് ജീവനുള്ളതായിട്ട് തോന്നും എങ്കിലും, അത് സജീവമാണ് എന്ന് തോന്നും എങ്കിലും, അത് ആ മുന്തിരിവള്ളിയിൽ നിന്ന് വേർപെട്ടിരിക്കുന്നത് കൊണ്ട് അതിൻ്റെ ജീവൻ അതിലില്ല എന്ന് മാത്രമല്ല, അതിന് ഫലം കായ്ക്കാനായിട്ട് കഴിയുകയുമില്ല. We can do a lot of external work. We can give out tracts, we can evangelize everyone that we see, but all of that work apart from Christ is dead work. കർത്താവായ യേശുവിനെ കൂടാതെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് കഴിയും. സുവിശേഷീകരണമായാലും ആത്മീയ പ്രവർത്തനങ്ങളായിരുന്നാലും മറ്റേത് കാര്യങ്ങളായിരുന്നാലും അതെല്ലാം വാസ്തവത്തിൽ തിരുവെഴുത്തിന്റെ അടിസ്ഥാനത്തിൽ നിർജീവ പ്രവർത്തികൾ തന്നെയാണ് എന്നാണ് വചനം നമ്മളെ ഓർപ്പിക്കുന്നത്. They are all works of the flesh, not from the spirit. അതെല്ലാം ജഡത്തിൽ നിന്ന് ഉളവാകുന്ന പ്രവർത്തികളാണ്, ആത്മാവിൻ്റെതല്ല. And God takes no pleasure in those. അതിൽ പ്രസാദിക്കുവാൻ ദൈവത്തിന് ഒരിക്കലും കഴിയുകയുമില്ല. Now as we move on, let us consider what does the Lord mean by fruit. നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ കർത്താവ് ഇവിടെ ഫലം എന്നുള്ള ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് ചിന്തിക്കാം. So that while we learn this, we may also be able to identify whether we are bearing true fruit to the glory of Jesus Christ. നാം ഈ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ നാം കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി ഫലം കായ്ക്കുന്നവരാണോ എന്ന് ചിന്തിക്കുവാനായിട്ട് ഇടയാകേണ്ടത് ആവശ്യമാണ്. Firstly, the fruit of the Spirit. ഒന്നാമത്തെ കാര്യം ആത്മാവിന്റെ ഫലം എന്നുള്ളത് തന്നെയാണ്. Now, a believer who lives in close dependence with Jesus Christ will be
will manifest the fruit of the Spirit. കർത്താവായ യേശു ക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കുന്ന, അവനിൽ വസിക്കുന്ന വിശ്വാസി ആത്മാവിന്റെ ഫലമുള്ളവരും അത് വെളിപ്പെടുത്തുന്നവരുമായിരിക്കും എന്നുള്ളതിന് സംശയമില്ല. They will display love, joy, peace, long suffering, goodness, gentleness, self-control, faithfulness. All of those fruit of the Spirit they will display. ഗലാത്യ ലേഖനത്തിൽ ആത്മാവിന്റെ ഫലം എന്ന നിലയിൽ പറഞ്ഞിട്ടുള്ളതായ എല്ലാ കാര്യങ്ങളും ക്രിസ്തുവിൽ വസിക്കുന്ന ഒരു വിശ്വാസിയെ നിശ്ചയമായിട്ടും വെളിപ്പെടുത്തിയിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. Of course, they will grow in the Lord, and as time passes, the more they abide in Christ, the more fruit they will show. But a true believer will bear fruit. അവർ ക്രിസ്തുവിൽ വസിക്കുന്നതിന്റെ ഫലമായി അവരുടെ വളർച്ചയുടെ ഭാഗമായിട്ട് അവർ വളരുകയും ഫലം കായ്ക്കുകയും ചെയ്യും എന്നുള്ളത് ശരിയാണ്. എങ്കിലും ക്രിസ്തുവിൽ വസിക്കുന്ന ഒരു വിശ്വാസി നിശ്ചയമായിട്ടും ഫലം കായ്ച്ചിരിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. Now, all of these, if you look at love, joy, peace, gentleness, meekness, goodness, all of them are commandments to us. But here in Galatians chapter 5, verse 22 and 23, all of them are manifestations of the Holy Spirit. They are fruit the Holy Spirit produces in a believer when a believer yields. ഇവിടെ ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൽ ആത്മാവിന്റെ ഫലം എന്ന് പറയുന്ന സ്നേഹം, സന്തോഷം, അങ്ങനെ തുടങ്ങിയുള്ളതായ കാര്യങ്ങൾ അത് ഒരു വിശ്വാസിയിൽ ഉളവാകും എന്നുള്ളതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. എങ്കിലും അവിടെ നാം വായിക്കുന്നത് അത് പരിശുദ്ധാത്മാവിന്റെ ഫലമാണ് എന്നും പരിശുദ്ധാത്മാവാണ് ആ ഫലങ്ങൾ ഒരു വിശ്വാസിയിൽ ഉളവാക്കുന്നത്, വെളിപ്പെടുത്തുന്നത് എന്നുമാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. Now, secondly, another fruit that a believer produces, what we find in the New Testament, is the fruit of the lips. Hebrews chapter 13 verse 10 speaks about it. രണ്ടാമത്തെ ഫലം, ഒരു വിശ്വാസിയിൽ നിന്നുണ്ടാകേണ്ട രണ്ടാമത്തെ ഫലം എന്ന് പറയുന്നത് എബ്രായ ലേഖനത്തിൽ നാം വായിക്കുന്ന അധരഫലം എന്നുള്ള കാര്യമാണ്. അധരഫലം. When a believer, when a disciple abides with Christ, lives in close communion with Christ, he will naturally produce praise and worship for God. കർത്താവായ യേശു ക്രിസ്തുവിനോട് ചേർന്ന് വസിക്കുന്ന, അവനിൽ വസിക്കുന്ന ഒരു വിശ്വാസി സ്വാഭാവികമായിട്ടും അവനിൽ നിന്ന് സ്തുതിയും സ്തോത്രവും ഉയരും ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. And thirdly, we find that sacrificial love, sacrificial giving to meet the needs of others is also fruit. മൂന്നാമതായിട്ട് ഫലം എന്ന ആ വാക്കിനോടുള്ള ബന്ധത്തിൽ നാം കാണുന്നത് ത്യാഗപരമായ സ്നേഹം മൂലം മറ്റുള്ളവരോട് സഹതാപം കാണിക്കുകയും അവരുടെ ആവശ്യത്തിൽ സഹായിക്കുകയും ചെയ്യുന്നത് ഒരു ഫലമായിട്ടാണ് തിരുവെഴുത്ത് പറയുന്നത്. Now in Philippians chapter 4 verse 17 we see that Paul is saying, I don't want a gift from you, but I desire fruit. ഫിലിപ്പിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയരെ സംബന്ധിച്ച് പറയുന്നത്, നിങ്ങളിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും ദാനം കിട്ടണമെന്നല്ല ഞാൻ ആഗ്രഹിക്കുന്നത്, പക്ഷേ നിങ്ങൾ ഫലമുള്ളവരായിട്ട് തീരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് പൗലോസ് അവരെ കുറിച്ച് പറയുകയാണ്. And when we meet somebody else's need, physical material need, we are bearing fruit. Yeah, when we meet somebody else's material need, physical need, we are bearing fruit. നാം മറ്റുള്ള വിശ്വാസികളുടെ, സഹവിശ്വാസികളുടെ ഭൗതിക ആവശ്യങ്ങളിൽ നാം സഹായിക്കുകയും ചെയ്യുമ്പോൾ നാം ഫലം കായ്ക്കുകയാണ് എന്ന് തിരുവെഴുത്ത് നമ്മളെ ഓർപ്പിക്കുന്നു. And when someone brings somebody to Christ, when someone wins souls for Christ, they are also bearing fruit. മറ്റൊരു തരത്തിൽ നമ്മൾ കാണുന്നത്, ഒരാൾ കർത്താവിലേക്ക് ഒരു വ്യക്തിയെ കൊണ്ടുവരികയോ ഒരു ആത്മാവിനെ നേടുകയോ ചെയ്യുന്നതും അതും ഫലം കായ്ക്കുന്നതാണ് എന്ന് തിരുവെഴുത്ത് പറയുന്നുണ്ട്. Now in 1 Corinthians chapter 16, Paul calls the household of Stephanas as the first fruits of Achaia. 1 കൊരിന്ത്യരിലെ പൗലോസ് പറയുന്ന സ്തെഫാനസിന്റെ കുടുംബത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അവർ കൊരിന്ത്യയിലെ ആദ്യ ഫലമായിരുന്നു എന്ന് പൗലോസ് അവരെ കുറിച്ച് പറയുന്നത് നാം വായിക്കുന്നുണ്ട്. And finally, when there is a transformed life, a God-honoring life that is lived, which is called as the fruit of righteousness, the fruit of light, that is also a fruit that God bears in a believer's life. ഒടുവിലായിട്ട് രൂപാന്തരപ്പെട്ട ഒരു ജീവിതം, കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിനായിട്ട് ജീവിക്കുന്ന, കർത്താവിനെ വെളിപ്പെടുത്തുന്ന രൂപാന്തരപ്പെട്ട ഒരു ജീവിതവും വാസ്തവത്തിൽ ഫലം കായ്ക്കുകയാണ് എന്ന് തിരുവെഴുത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. But that is not all. Now in this passage that we read, that we find 3 more blessings that the Lord gives to those who abide in his Son. ഇവിടെ ഈ ഭാഗത്തേക്ക് നാം കടന്നു വരുമ്പോൾ ക്രിസ്തുവിൽ വസിക്കുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന 3 വിധത്തിലുള്ള അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും.
The first one we read about is in verse 7, answered prayers. അതിൽ ഒന്നാമത്തേത് 15-ാം വാക്യത്തിൽ നാം വായിക്കുന്ന കാര്യമാണ് നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ഉണ്ടാകുന്നു എന്നുള്ളതാണ്. When we abide, when we live a life of dependence with God, God answers our prayers. നാം കർത്താവിൽ വസിക്കുമ്പോൾ വാസ്തവത്തിൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക് കർത്താവ് മറുപടി നൽകുന്നു എന്നുള്ളതാണ്. Now, if you look at the teachings around prayers, there are 4 promises that God makes about prayers. പ്രാർത്ഥനയെ സംബന്ധിച്ചുള്ള ഉപദേശം നമ്മൾ കാണുമ്പോൾ പ്രധാനമായിട്ടും 4 കാര്യങ്ങൾ അതിനോടുള്ള ബന്ധത്തിൽ കർത്താവ് പറഞ്ഞതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. One is in Psalm 37. If you delight in the Lord will give the desires of your heart. 37-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത് യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹമൊക്കെ നിനക്ക് തരുമെന്ന് പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ നാം വായിക്കുന്നുണ്ട്. Secondly, when we pray according to his name, God answers our prayers. രണ്ടാമതായിട്ട് നാം അവന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ, അവന്റെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കുന്നു എന്ന് തിരുവെഴുത്ത് നമ്മളെ പഠിപ്പിക്കുന്നു. When we pray according to the will of God, God answers our prayers. നാം ദൈവത്തിന്റെ ഹിതത്തിനനുസരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ദൈവം മറുപടി നൽകുന്നു എന്ന് തിരുവെഴുത്ത് നമ്മളെ പഠിപ്പിക്കുന്നു. And here we read, when we abide in Christ, God will answer our prayers. ഇവിടെ നമ്മൾ വായിച്ചത് നാം അവനിൽ വസിക്കുമ്പോൾ, ക്രിസ്തുവിൽ വസിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ദൈവം മറുപടി നൽകുന്നു എന്ന് നാം ഇവിടെ വായിക്കുന്നു. So now you see the pattern, right? So when the word of God fills our heart, his thoughts become our thoughts. His desires, we start desiring the thing God desires. നാം അവനിൽ വസിക്കുമ്പോൾ, തിരുവെഴുത്ത് നമ്മളെ ഓർപ്പിക്കുന്നത്, നാം അവനിൽ വസിക്കുമ്പോൾ അവന്റെ മനസ്സ്, അവൻ ചിന്തിക്കുന്നത് പോലെ കാര്യങ്ങൾ ചിന്തിക്കാൻ നമുക്കും, അതുപോലെ തന്നെ അവന്റെ മനസ്സ് ഗ്രഹിക്കുവാനുള്ള കഴിവ് നമുക്കും ഉണ്ടാകുവാനും അങ്ങനെ അവന്റെ ഇഷ്ടം തിരിച്ചറിയുവാനും നമുക്ക് കഴിയും എന്നാണ് തിരുവെഴുത്ത് നമ്മളെ ഓർപ്പിക്കുന്നത്. We naturally will start praying what he desires. Start praying what he desires. നാം പലപ്പോഴും സ്വാഭാവികമായിട്ട് ദൈവം ആഗ്രഹിക്കുന്നത് പോലെയാണ് പ്രാർത്ഥന ആരംഭിക്കുന്നത്. And we start praying in consistence with the person of God. Now, praying in the name of Jesus Christ means praying in keeping, in accordance to the person of Christ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ യേശുക്രിസ്തു എന്ന വ്യക്തിയുടെ അവന്റെ സ്വഭാവത്തിനനുസരിച്ച് നാം പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്, അവന്റെ വ്യക്തിത്വത്തിനനുസരിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ള ആശയമാണ്. And when we pray like that, God answers those prayers. അങ്ങനെ നാം പ്രാർത്ഥിക്കുമ്പോൾ അവൻ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുമെന്നാണ് തിരുവെഴുത്ത് നമ്മളെ ഓർപ്പിക്കുന്നത്. And thirdly, when we abide in Christ, when we live in close fellowship with Christ, the Father is glorified. മൂന്നാമതായിട്ട് ഇവിടെ നാം കാണുന്നത്, നാം അവനിൽ വസിക്കുമ്പോൾ അതിൽ കൂടെ പിതാവ് മഹത്വപ്പെടുന്നു എന്നാണ് ഇവിടെ നാം വായിക്കുന്നത്. Now the whole purpose, the whole reason of fruit bearing is to the glory of the Father. നമ്മുടെ ജീവിതത്തിൽ ഫലം കായ്ക്കുക എന്ന് പറയുന്ന കാര്യങ്ങൾ മുഴുവനും ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ഉദ്ദേശിച്ചുള്ളതാണ്. Now just think about this. We puny creatures, we mere men and women, who are like a vapor. We can live, we can bring glory to God if we abide in Christ. വെറും ബലഹീന മനുഷ്യരായ, ഒരു ശ്വാസത്തിന് തുല്യമായ ആവിയെ പോലെ തൂകിപ്പോകുന്ന കേവല മനുഷ്യരായ നമുക്ക് നാം ക്രിസ്തുവിൽ വസിച്ചാൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് നമുക്ക് കഴിയും എന്നുള്ളത് എത്രയോ ശ്രേഷ്ഠമായ ഒരു കാര്യമാണ്. Do we need any other reason to abide in Christ and to bear fruit? ഫലം കായ്ക്കേണ്ടതിന് വേണ്ടി ക്രിസ്തുവിൽ വസിക്കാനായിട്ട് മറ്റെന്തെങ്കിലും കാരണങ്ങൾ നമുക്ക് ഇനി ഉണ്ടോ, ആവശ്യമുണ്ടോ? We can live to the glory of Christ, God. നമുക്ക് ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് ക്രിസ്തുവിൽ വസിക്കാം. And finally, and verse 11 we read that if we abide in Christ, Christ will give his own joy to us, that we will have fullness of joy. 11-ാം വാക്യത്തിൽ ഒടുവിലായിട്ട് നാം വായിക്കുന്നത്, നാം ക്രിസ്തുവിൽ വസിക്കുമ്പോൾ കർത്താവ് അവന്റെ സന്തോഷം നമുക്ക് തരുന്നു, അത് നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാൻ വേണ്ടിയാണ് എന്ന് നാം അവിടെ വായിക്കുന്നു. He promises that his joy will remain in us and it will control us, it will protect us. അവന്റെ സന്തോഷം നമുക്ക് നൽകുന്നു, നമ്മളിലേക്ക് തരികയും അത് നമ്മളെ സംരക്ഷിക്കുകയും നമ്മളെ പരിപാലിക്കുകയും ചെയ്യുന്നു എന്ന് ഇവിടെ നാം വായിക്കുന്നു.
Now, if you look at the writings of John, 1st John, 2nd John, 3rd John, the Gospel of John, joy is a big concept that keeps repeating itself. യോഹന്നാന്റെ ലേഖനങ്ങൾ നാം വായിക്കുമ്പോൾ, സുവിശേഷമായാലും ലേഖനങ്ങളായാലും നാം വായിക്കുമ്പോൾ അവിടെ ആവർത്തിച്ച് കാണുന്ന ഒരു കാര്യമാണ് സന്തോഷം എന്നുള്ള വാക്ക്. സന്തോഷം എന്നുള്ള വാക്ക് ആവർത്തിച്ച് താൻ ഉപയോഗിക്കുന്ന നമുക്ക് കാണുവാൻ കഴിയും. Now, why is joy so important? എന്തുകൊണ്ടാണ് ഈ സന്തോഷം ഇത്രമാത്രം പ്രാധാന്യമുള്ളതായിരിക്കുന്നത്? Brother, can you read Romans chapter 15 verse 13? Romans 15:13. റോമാലേഖനം 15-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം നാം വായിക്കുമ്പോൾ, വാക്യം 15-13. 16 verse 13. No, 15 verse 13. 15 verse 13. സഹോദരന്മാർ, എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. We find Paul praying that the believers may be full of joy, so that they may have hope. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് സമൃദ്ധിയായ സന്തോഷം, സകല സന്തോഷവും, പൂർണ്ണമായ സന്തോഷവും സമാധാനവും ഒരു ദൈവപൈതലിന് ഉണ്ടാകണം എന്നാണ്. And the reason is the greatest enemy in the usefulness or the fruitfulness of a Christian is discouragement. ഫലകരമായ ഒരു ജീവിതത്തിന് തടസ്സമായിട്ട് നിൽക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് എപ്പോഴും നിരാശയും അതുപോലെയുള്ളതായ നെഗറ്റീവായിട്ടുള്ള ചിന്താഗതികളാണ്. Right. And what joy does, it protects us from that. What hope does is it protects us from that kind of discouragement. എന്നാൽ ഈ സന്തോഷം അതുപോലെയുള്ള നിരാശയിൽ നിന്ന് നമ്മളെ വിടുവിക്കുകയും അതിലായി പോകാതെ വണ്ണം നമ്മളെ സംരക്ഷിക്കുകയും ചെയ്യുന്നു എന്നാണ് തിരുവെഴുത്ത് നമ്മളെ ഓർപ്പിക്കുന്നത്. Now in Romans chapter 5 we read that hope does not disappoint. It does not cause us to be ashamed. റോമാലേഖനം 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് നാം നിരാശരായി പോകുവാൻ, ലജ്ജിച്ചു പോകുവാൻ ദൈവം അനുവദിക്കുന്നില്ല എന്നാണ്. So what we see that Jesus Christ gives his joy so that we may be protected, that he may keep us. Not only that the Lord, I'm sorry, I'll just say that again. So God, not only that God commands us to abide in him, but he also protects us from going away from him, from being discouraged and leaving our hope. ക്രിസ്തുവിൽ വസിക്കുവാനായിട്ട് നമ്മളോട് ആവശ്യപ്പെടുന്ന, കൽപ്പിക്കുന്ന കർത്താവ് തന്നെ നമുക്ക് അങ്ങനെ ക്രിസ്തുവിൽ വസിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സംരക്ഷണം കൂടെ നൽകുന്നുണ്ട് എന്നാണ് നമുക്ക് ഈ വേദഭാഗത്ത് നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. കർത്താവിൽ നിന്ന് അകന്നു പോകാതെ അവനിൽ തന്നെ വസിക്കുവാൻ കഴിയുന്ന സംരക്ഷണവും അവൻ നമുക്ക് നൽകുന്നുണ്ട്. So what we see that when a believer lives closely with Christ, when he lives in close fellowship with Christ, first of all he'll bear a lot of fruit. His prayers answered. He lives a life that glorifies Christ, and he is full of joy. ഇവിടെ നമ്മൾ ക്രിസ്തുവിൽ വസിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഫലം കായ്ക്കുന്നു എന്ന് മാത്രമല്ല, അവനിൽ കൂടെ പിതാവ് മഹത്വപ്പെടുവാനായിട്ട് ഇടയായിട്ട് തീരുന്നുണ്ട് എന്ന് മാത്രമല്ല, ഒടുവിലായിട്ട് നമ്മൾ കണ്ടത് അവൻ സന്തോഷത്താൽ നിറയുന്നവനായിട്ട് തീരുകയും കൂടെ ചെയ്യുന്നു എന്നാണ്. Thank you, brother. Now looking at the practical aspects of how to abide in Christ. ഒടുവിലായിട്ട് നമുക്ക് ക്രിസ്തുവിൽ വസിക്കുക എന്ന് പറയുന്നതിൻ്റെ ബന്ധത്തിൽ അതിൻ്റെ പ്രായോഗികമായ വശങ്ങൾ എന്തൊക്കെയാണ് എന്നും കൂടെ ചിന്തിക്കാം. Now there are three very, very basic principles to it. Very basic. അതിനോടുള്ള ബന്ധത്തിൽ 3 പ്രധാനപ്പെട്ട തത്വങ്ങൾ ഉണ്ട്, പ്രമാണങ്ങളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. The first one is plainly trusting in Jesus Christ. ഒന്നാമത്തെ കാര്യം നാം വ്യക്തമായ നിലയിൽ കർത്താവായ യേശു ക്രിസ്തുവിൽ ആശ്രയിക്കുക എന്നുള്ളതാണ്. Now the branch receives anything and everything the vine gives it. മുന്തിരിവള്ളി എന്താണോ നൽകുന്നത് അത് മാത്രമേ ഒരു കൊമ്പിന് വെളിപ്പെടുത്തുവാനായിട്ട് കഴിയുള്ളൂ. അല്ലെങ്കിൽ ഒരു കൊമ്പിൽ മുന്തിരിവള്ളിയിൽ നിന്നുള്ളത് മാത്രമേ ഉണ്ടാകുകയുള്ളൂ. Now like that, whatever through faith, whatever the Lord Jesus Christ gives us, whether it be pleasant or whether it be hard, we receive it with joy. അതുപോലെ തന്നെ കർത്താവായ യേശു ക്രിസ്തു എന്താണോ നമുക്ക് നൽകുന്നത്, അത് സന്തോഷമായാലും അത് മറ്റെന്തെങ്കിലും ആയിരുന്നാലും അത് അതുപോലെ തന്നെ സന്തോഷത്തോടെ സ്വീകരിക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് കരണീയമായ കാര്യം. As a child trusts his parents, that kind of trust we keep with Jesus Christ, and we do not lose, we do not outgrow it. As a child trusts their parents,
that kind of trust we should have on the Lord Jesus Christ all the time. ഒരു കൊച്ചുകുട്ടി തൻ്റെ മാതാപിതാക്കളെ എങ്ങനെ ആശ്രയിക്കുന്നുവോ അതുപോലെ എല്ലായ്പ്പോഴും ഒരു ദൈവ പൈതൽ കർത്താവിൽ ആശ്രയിക്കുകയും കർത്താവിനെ ചുറ്റിപ്പറ്റി നിൽക്കുകയും ചെയ്യണമെന്നാണ് ദൈവം ഒരു വിശ്വാസിയെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. And we ought to enter into that experience that we read in Galatians chapter 2 verse 20, where Paul says, I am crucified with Christ, nevertheless I live, but the life that I now live, I live by faith in the Son of God who loved me and gave himself for me. ഗലാത്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുകയാൽ ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു എന്ന് പൗലോസ് പറയുന്നുണ്ട്. ആ ജീവിതം എന്ന് പറയുന്നത് എങ്ങനെയാണ് എന്നും കൂടെ താൻ അവിടെ പറയുന്നുണ്ട്. അത് എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തവനിലുള്ള വിശ്വാസം കൊണ്ടാണ് ഞാൻ അങ്ങനെ ജീവിക്കുന്നത് എന്നും കൂടെ പൗലോസ് വെളിപ്പെടുത്തുന്നുണ്ട്. Thank you, brother. So the first point is that we trust the Lord Jesus Christ in everything. We depend on him in everything as a child does, and we do not leave that kind of childlike faith with the Lord Jesus Christ. ഒരു കൊച്ചുകുട്ടിയെ പോലെ എല്ലാ കാര്യങ്ങളിലും എല്ലായ്പ്പോഴും അവനെ വിട്ടുമാറാതെ അവനെ പൂർണ്ണമായിട്ട് ആശ്രയിക്കുക എന്നുള്ളതാണ് അതിലൊന്നാമത്തെ കാര്യം. The second thing is cherishing and loving the word of God. Cherishing and obeying the word of God. I'm sorry. രണ്ടാമത്തെ കാര്യം ദൈവത്തിന്റെ വചനത്തിൽ സന്തോഷിക്കുകയും അത് അനുസരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്, പ്രമാണിക്കുകയും ചെയ്യുക. Loving God's word, reading it repetitively, reading it carefully, reading to understand is very important for us to grow, to abide in Jesus Christ. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിന് വേണ്ടി ഒരു ദൈവ പൈതൽ ദൈവവചനത്തെ സ്നേഹിക്കുകയും അത് വായിക്കുകയും ധ്യാനിക്കുകയും അത് ജീവിതത്തിൽ അനുസരിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. Now, like the good soil in the parable of the soils, the Lord Jesus Christ teaches, as the good soil, with a sincere and a true heart, we hold fast the word of God so that it may bear fruit, some 30, some 60, some 100-fold. കർത്താവ് വിതയ്ക്കുന്നവന്റെ ഉപമ പറഞ്ഞ ഭാഗത്ത് നിലങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നല്ല നിലത്ത് വീണ വിത്തിനെ കുറിച്ച് പറയുന്നത് പൂർണ്ണ ഹൃദയത്തോടെ വചനം സ്വീകരിച്ച് ഫലം കായ്ക്കുന്ന ഹൃദയമാണ് എന്ന് അവിടെ കർത്താവ് വെളിപ്പെടുത്തുന്നുണ്ട്. It is also the attitude of approaching scripture, reading scripture to know God, not only to minister, but to know the God of the Bible. നാം ദൈവവചനം ശുശ്രൂഷിക്കുന്നവരായിട്ട് മാത്രം തീരുക എന്നുള്ളതിലുപരിയായി ദൈവത്തിന്റെ വചനം എന്താണ് എന്നും വചനത്തിലുള്ള ദൈവം ആരാണ് എന്നും അറിയുക എന്നുള്ളത് ഒരു ദൈവവൈദ്യനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. I'm very well aware that most of the brothers in this meeting are ministering brothers. Many of the sisters might be very active in Sunday school and other sisters' ministries. We should never approach the Bible just for ministry's sake. This should be our daily food. എനിക്കറിയാം, എൻ്റെ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്നവരിൽ അനേക സഹോദരി സഹോദരന്മാർ ഈ വചനത്തിന്റെ ശുശ്രൂഷയിൽ വിവിധ നിലയിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ് എന്ന് എനിക്കറിയാം. എന്നാൽ അത് മാത്രമല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, ഇത് നമ്മുടെ പ്രതിദിന ആഹാരമായി ഇത് നാം ഭക്ഷിക്കുന്നവരായിട്ട് തീരണം എന്നാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. Now, a verse that greatly encourages me in Job says that I have treasured your word more than my daily food, more than the food that I eat on a daily basis. I treasure the word of God. യോബിന്റെ അനുഭവം ഈ കാര്യത്തിലുള്ള ബന്ധത്തിലും നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. യോബ് പറയുന്നത്, ഞാൻ മറ്റ് ഏത് കാര്യത്തെക്കാളും അധികമായിട്ട് നിന്റെ വചനത്തെ ഞാൻ എൻ്റെ നിക്ഷേപമായിട്ട് എൻ്റെ സമ്പത്തായിട്ട് ഞാൻ കാണുകയും ഞാൻ അതിൽ ആശ്രയിക്കുകയും ചെയ്യുന്നു എന്ന് യോബ് പറയുന്നുണ്ട്. And finally, brother, now as we saw that the primary reason for fruitfulness is the glory of God. Thus, our life's aim, our life's direction should always be to glorify God. ഫലം കായ്ക്കുക എന്ന് പറയുന്നത് ക്രിസ്തുവിൽ വസിക്കുന്നത് ദൈവ മഹത്വത്തിന് വേണ്ടിയാണ് എന്ന് നാം ചിന്തിക്കുകയുണ്ടായി. നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യവും ഉദ്ദേശവും ദൈവനാമ മഹത്വം തന്നെ ആയിരിക്കണം. Our prayer, our purpose, our effort should all be towards that one mighty goal, that God may be glorified here on earth. നമ്മുടെ ലക്ഷ്യങ്ങളും നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ പ്രവർത്തനങ്ങളും നാം ചെയ്യുന്നതിലെല്ലാം നമ്മുടെ ഏക ലക്ഷ്യം സർവശക്തനായ ദൈവം അതിൽ കൂടെ എല്ലാം മഹത്വപ്പെടണം എന്നുള്ളത് തന്നെയായിരിക്കണം. Now think about this. The church, the true church of Jesus Christ across the world is a very small number of the world population. നാം ഇന്ന് ലോകത്തിലേക്ക് നോക്കിയാൽ, ലോക ജനസംഖ്യയുടെ അനുപാതം വെച്ച് നോക്കിയാൽ ലോകത്തിൽ ദൈവസഭ എന്ന് പറയുന്നത്
ചെറിയ ഒരു കൂട്ടമാണ് എന്ന് നമുക്കറിയാം. വളരെ ചെറിയ ഒരു കൂട്ടമാണ് എന്നുള്ളത് കാണാൻ കഴിയും. They willingly reject God, but we willingly pursue him. We desire him and we pursue him with all of our heart. ലോകം മനസ്സോടെ കർത്താവിനെ ത്യജിച്ചു കളഞ്ഞപ്പോൾ നാം വളരെ മനസ്സോടെ, സന്തോഷത്തോടെ, പൂർണ്ണ ഹൃദയത്തോടെ നമ്മുടെ ഹൃദയം തുറന്ന് അവനെ സ്വീകരിക്കുകയാണ് ചെയ്തത്. The church and our individual life should be that place where God gets all the glory possible from our lives. നമ്മുടെ സഭയിലായിരുന്നാലും നമ്മുടെ വ്യക്തിപരമായ ജീവിതമായിരുന്നാലും അതിൽ കൂടെയെല്ലാം ദൈവനാമം മഹത്വപ്പെടുവാനായിട്ടാണ് ഇടയായിട്ട് തീരേണ്ടത്. Now, just to quickly summarize the few things that we've been able to study together. വളരെ പെട്ടെന്ന് ചില കാര്യങ്ങൾ ഞാൻ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഒരുമിച്ച് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. So, just to summarize, what is it to abide in Christ? Trusting him, believing all that the Bible teaches about him, and obeying him. ക്രിസ്തുവിൽ വസിക്കുക എന്നുള്ളത് ഞാൻ വിവരിക്കുകയുണ്ടായി. അവനെ ആശ്രയിക്കുക, അവൻ്റെ വചനം അനുസരിക്കുക, അതുപോലെ തന്നെ believing all that the Bible has to say about Jesus Christ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് തിരുവെഴുത്ത് പറഞ്ഞ എല്ലാ കാര്യങ്ങളും നാം അംഗീകരിക്കുക, വിശ്വസിക്കുക. And the benefits, the answer to the reason why should I abide in Christ is that fruit. We will bear spiritual fruit. അങ്ങനെ നാം അവനിൽ വസിക്കുമ്പോൾ വാസ്തവത്തിൽ അതിന്റെ ഫലം എന്ന നിലയിൽ അവിടെ കർത്താവ് പറയുന്നത് നാം ഫലമുള്ളവരായിട്ട് തീരും എന്ന് തന്നെയാണ്. Correct. We will genuinely from the heart through the Holy Spirit be true worshippers of God. ഹൃദയത്തിൽ നിന്ന് ആത്മാർത്ഥമായിട്ട് പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ യഥാർത്ഥ ആരാധനക്കാരായിട്ട് തീരുവാൻ നമുക്ക് അത് നിമിത്തം കഴിയും. And by God's power we will also be able to win souls from hell to Jesus Christ. നിത്യനരകത്തിൽ നിന്ന് അനേക ആളുകളെ ദൈവത്തിന്റെ ശക്തിയാലും സഹായത്താലും നിത്യജീവങ്കിലേക്ക് കൊണ്ടുവരുന്നതിനും നമുക്ക് അത് നിമിത്തം കഴിയും. The Lord also answers our prayers if we abide in Christ. നാം ക്രിസ്തുവിൽ വസിച്ചാൽ നമ്മുടെ പ്രാർത്ഥനകൾക്കെല്ലാം അവൻ മറുപടി നൽകും എന്നുള്ളതും അതിന്റെ ഒരു ഫലമാണ്. The Lord will give us unspeakable joy if we abide in Christ. നാം ക്രിസ്തുവിൽ വസിച്ചാൽ പൂർണ്ണമായ സന്തോഷം, വിവരിക്കുവാൻ കഴിയാത്ത ഒരു സന്തോഷം കൊണ്ട് നിറയുന്നവരായി തീരും എന്ന് തിരുവെഴുത്ത് നമ്മളെ ഓർപ്പിക്കുന്നു. And in my heart, most importantly, we can live a life that is glorifying to Jesus Christ. എൻ്റെ ഹൃദയത്തിൽ നിന്ന് എനിക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു ജീവിതം ചെയ്യുവാനായിട്ട് കഴിയും എന്നുള്ളതാണ് മറ്റൊരു കാര്യം. And very quickly, the three ways that we saw that we can develop, we can practically practice abiding in Christ is one, that we trust the Lord Jesus Christ in everything as Lord and our Savior. ക്രിസ്തുവിൽ വസിക്കുക എന്നുള്ളതിനോടുള്ള ബന്ധത്തിലെ പ്രായോഗിക വശങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ ചിന്തിച്ചല്ലോ. അതിൽ പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം അവനിൽ പൂർണ്ണമായിട്ട് സമ്പൂർണ്ണമായിട്ട് ആശ്രയിക്കുക എന്നുള്ളതാണ്. Second, that we cherish and obey his word. രണ്ടാമതായിട്ട് അവന്റെ വചനത്തിൽ സന്തോഷിക്കുകയും അവന്റെ വചനം അനുസരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. And thirdly, that we aim our lives to the glory of Jesus Christ, glory of God. മൂന്നാമതായിട്ട് അവന്റെ മഹത്വത്തിന് വേണ്ടി, ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി, മഹത്വം എന്നുള്ള ഏക ലക്ഷ്യത്തിന് വേണ്ടി ജീവിക്കുവാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. May his name be glorified. Thank you, brother. Thank you so much for translating. ഓക്കെ, ദൈവത്തിന്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.